أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളായ നമ്മുടെ പ്രത്യേകത ഇസ്ലാം കാര്യങ്ങളിലും ഈമാൻ കാര്യങ്ങളിലും നാം വിശ്വസിക്കുന്നു എന്നതാണ്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകുമ്പോഴാണ് നമുക്കൊരു മുസ്ലിമായി, ഒരു മുഅ്മിനായി മാറാൻ സാധിക്കുക. ഈമാൻ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട 6 വിശ്വാസങ്ങളിൽ ഒന്നാണ് പരലോകത്തിൽ വിശ്വസിക്കുക എന്നത്. അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അല്ലാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഖൈറും ശർറും അത് അല്ലാഹുവിന്റെ ഖദറാണ്, വിധിയാണ് എന്ന് വിശ്വസിക്കുക. പരലോക വിശ്വാസമുള്ള ആളുകൾ എന്ന നിലക്ക് മറ്റുള്ള മനുഷ്യരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. കാരണം നാം പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ജീവിതം എന്നത് ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമായി തീരുന്നത് നമ്മുടെ പരലോക വിശ്വാസമാണ്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, ഇതിൽ പറയുന്ന ഞാനോ നിങ്ങള് കേൾക്കുന്ന നിങ്ങളോ എന്നൊന്നുമില്ല, നമുക്കൊന്നിച്ച് ആ തരത്തിലേക്കുള്ള ഒരു ചിന്തയും വളർച്ചയും ഉണ്ടാകാനുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിലും സങ്കടങ്ങളിലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കാരണമായി തീരുന്ന ഒരു പ്രകൃതത്തെ യഥാർത്ഥത്തിൽ പരലോക ജീവിതം നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. അത് മുസ്ലിമായ ഏതൊരു മനുഷ്യനിലും ഉണ്ടാകും. കുറച്ചെങ്കിലും വിശ്വാസം മനസ്സിലുള്ള, പരലോകമുണ്ട് എന്ന വിശ്വാസമുള്ള, വളരെ കുറച്ച് ഈമാനിക തലത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ പോലും ജീവിതത്തിൽ വന്നു ചേരുന്ന സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ മനസ്സമാധാനം കണ്ടെത്താനുള്ള ഒരു വഴി പരലോക വിശ്വാസമാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, അതാർക്കും ഉണ്ടാകാം. ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാൽ സ്വാഭാവികമായി ഇത് അള്ളാഹു എന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്, ഞാൻ എന്താകുമെന്ന് നോക്കുകയാണ്, ഞാൻ പിടുത്തം വിടുമോ, ഞാൻ ഹറാമുകളിലേക്ക് പോകുമോ, ഞാൻ വേണ്ടാത്ത രൂപത്തിൽ നടക്കുമോ, അതിന് അള്ളാഹു എന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്.
അതുകൊണ്ട് ഈ ടെസ്റ്റിൽ ഞാൻ വിജയിക്കണം, ഈ പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കണം. പിടുത്തം വിടാതെ, ആഡംബരമില്ലാതെ, അഹങ്കാരിയാകാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഞാൻ ജീവിക്കണം. അതൊരു വിചാരമാണ്. അത് ചില ആളുകൾക്ക് ഒരു പക്ഷേ കൂടുതലായി എല്ലാ മനുഷ്യർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് വേറെ ഒരു വിഷയമാണ്. എന്നാൽ അത് ഉണ്ടാകണം. അതല്ല നമ്മൾ വിശദീകരിക്കുന്നത്. ജീവിതത്തിലേക്ക് വരുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, അതിന് നമ്മൾ അവലംബമായി കാണുക പരലോക വിശ്വാസത്തെയാണ്. കേരളത്തിലെ പ്രസിദ്ധനായ ഒരു നിരീശ്വരവാദി, അദ്ദേഹം ഒരു മുസ്ലിം നാമമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മകൻ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹം ആ മയ്യത്ത് കാണാൻ വേണ്ടി പോയി. അദ്ദേഹം നിരീശ്വരവാദിയാണ്. എന്നാലും സുഹൃത്തിന്റെ മകൻ മരണപ്പെട്ടപ്പോൾ പോയി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് സമാധാനിക്കാമല്ലോ. ആർക്ക്? ഇയാൾക്കല്ല. ഇയാൾ ചെന്ന് സന്ദർശിച്ച മനുഷ്യനൊരു വിശ്വാസിയാണ്. കാരണം അദ്ദേഹത്തിനൊരു വിശ്വാസമുണ്ടല്ലോ, ഈ മകനെ പരലോകത്ത് വെച്ച് കാണാം എന്നത്. അതും സമാധാനത്തിനുള്ള ഒരു മാർഗമാണ് എന്ന് നിരീശ്വരവാദിയായ ഒരു എഴുത്തുകാരൻ, ഒരു പ്രൊഫസർ സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതം എന്നത് സങ്കടങ്ങളും സന്തോഷവും കലർന്ന ഒന്നാണ്. എല്ലാവരുടേതും അങ്ങനെയാണ്. ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ മനുഷ്യന്റെ മാനസികാരോഗ്യ നില ശക്തിപ്പെടുത്താനുള്ള സന്ദേശം നൽകുന്ന ദിനമാണ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന നമ്മളിലൊക്കെ നമ്മുടെ മെന്റലും നമ്മുടെ മൈൻഡും ഒക്കെ ശക്തിപ്പെടുത്തിയിരിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും? അത് കേവലം ഒരു ദിനം കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ജീവിതത്തിന്റെ വളരെ കുറച്ചു കാലം എന്തൊക്കെ ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇന്ന് ഇങ്ങനെയാണ്, നാളെ എന്താവും അറിയില്ല. നമുക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാം. നമുക്ക് വളരെ പെട്ടെന്ന് അത് സഹിക്കാനോ ക്ഷമിക്കാനോ കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം ഞാനും നിങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമ്മളൊരു സംസാരത്തിലൂടെയും കേൾവിയിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിന് സ്ഥൈര്യം ഉണ്ടാക്കേണ്ട ഒരു വിഷയമാണ്. അത് പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്കുണ്ടാവും, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞും കേട്ടുമാണ് ഞാനതാണ് പറഞ്ഞത്, കുറച്ച് ഈമാനുള്ള മനുഷ്യർക്ക് പോലും പരലോകം എന്നത് ആശ്വസിക്കാനുള്ള ഒരു വകയായി മാറുന്നത്. അയാളും പറയും പരലോകം ഉണ്ടല്ലോ, അവിടുന്ന് കാണാം. അപ്പൊ ജീവിതം എന്നത് സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമ്മിശ്രമാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. മനുഷ്യരെ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് ഓരോന്ന് കേട്ടാൽ നമുക്ക് തന്നെ ബേജാറാവും. പടച്ചോനെ പരീക്ഷണം നമുക്ക് തരാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കും. അതെന്താണ്? നിങ്ങൾക്ക് ഭയം കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, പേടി. ദാരിദ്ര്യം കൊണ്ട്, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. ദാരിദ്ര്യം ഒന്നല്ല, വിശപ്പ് കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. സാമ്പത്തിക തകർച്ച, ഏറ്റവും നന്നായി ബിസിനസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ ടോപ്പിൽ നിന്ന് സീറോയിലേക്ക് എത്തുന്ന, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാലോചിക്കുമ്പോ ഇനി ഒരു മുളം കയറെടുക്കാം എന്ന് വിശ്വാസി ചിന്തിക്കൂല. കാരണം എന്താ? നമുക്ക് പരലോകമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആശ്വസിക്കാൻ എന്തുണ്ട്? പരലോകമുണ്ട്. സമാധാനിക്കാൻ എന്തുണ്ട്? പരലോകമുണ്ട്. പറ്റിച്ച ആളാണോ? അവിടുന്ന് കാണാം. ചതിച്ച ആളാണോ? അവിടുന്ന് കാണാം. എന്റെ പ്രവർത്തനങ്ങൾ മൂലം, അശ്രദ്ധ മൂലം, അല്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണോ? എനിക്ക് നന്നാകാനുള്ള ഒരു അവസരമാണല്ലോ. ഒക്കെ നന്നാകാനും അവിടെയുമായി ബന്ധപ്പെട്ടതാണ്. വൽ അൻഫുസി, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ നഷ്ടം. വസ്സമറാത്തി, കൃഷികളിലുള്ള നഷ്ടം. ഇതൊക്കെ വന്നാൽ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ? ക്ഷമ എന്ന് പറഞ്ഞാല് ഈ അവലംബം കാണാൻ കഴിയുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് പരലോകം ഉണ്ടല്ലോ, ഈ ദുനിയാവ് വളരെ ചെറുതാണല്ലോ എന്ന ബോധവും ചിന്തയും മനസ്സിലേക്ക് വരുമെന്നതാണ്. അത് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ മാനസികാവസ്ഥയെയും ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. നമുക്ക് ഉണ്ടാവുള്ളൂ.
പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആശ്വസിക്കുക, എങ്ങനെ സന്തോഷം കണ്ടെത്തുക? കഴിയില്ലല്ലോ. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിനി, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ, വിശ്വാസിക്ക് എല്ലാ കാര്യവും നന്മയാണ്. ഇൻ അസ്വാബത്തുഹു സറാഉ ശക്കറ, വലിയ നിഅമത്തുണ്ടായി പിടുത്തം വിടൂല, അൽഹംദുലില്ലാഹ് പടച്ചോനെ നീ തന്നതാണ് ഇതൊക്കെ. വ ഇൻ അസ്വാബത്തുഹു ലറാഉ, ഇനി വലിയ പരീക്ഷണം, എങ്ങനെ അതിജയിക്കും എന്ന് നാം ചിന്തിച്ച പരീക്ഷണം, സ്വബറ, ക്ഷമിക്കും. അപ്പൊ അതെന്താണ്? ക്ഷമക്കെന്തുണ്ട്? പ്രതിഫലമുണ്ട്. അപ്പൊ ഇതാണ് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള മാനസികമായിട്ടുള്ള ഒരു ഒരുക്കവും ധൈര്യവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നെത്തുന്നതാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മാ അസ്വാബ മിൻ മുസീബ, വിശുദ്ധ ഖുർആൻ പറയാം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ അതൊക്കെ അല്ലാഹുവിന്റെ ഇതിനോടുകൂടി സംഭവിക്കുന്നതാണ്. അപ്പൊ ഒരാൾക്ക് ആശ്വസിക്കാൻ വകയില്ലേ? ഇത് അള്ളാഹ് എഴുതി വെച്ചതാണ്, അള്ളാഹുവിന്റെ ഖദറാണ്, അള്ളാഹുവിന്റെ ഖദാ ആണ്. സങ്കടം ഉണ്ടാവൂലേ? ഉണ്ടാവും. വളരെ മോശപ്പെട്ട ഖദറും ഖദാഉം വരാതിരിക്കാൻ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. പടച്ചവനെ, സഹിക്കാൻ കഴിയാത്ത പരീക്ഷണം, ദൗർഭാഗ്യങ്ങൾ, മോശം വിധികൾ, എന്റെ തകർച്ചയിൽ ശത്രുക്കളുടെ പരിഹാസം, ഇതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ടും വന്നാലോ അള്ളാഹുവിന്റെ ഖദാ ആണ്. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല. എന്തിന്? എന്തോ ഒരു ഖൈർ നമുക്കുണ്ട്, അപ്പോഴും സമാധാനം നമുക്ക് കണ്ടെത്താം. സമാധാനം കണ്ടെത്താനുള്ള വഴി എന്ത് ചെയ്യുന്നില്ല? അടയുന്നില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മുസീബത്തും അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയാണ്. വമൻ യുഅ്മിൻ ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, യഹ്ദി ഖൽബഹു, ഇതൊക്കെ സ്വീകരിക്കാനുള്ള, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസിക വിശാലത ആ മനുഷ്യന് അല്ലാഹു നൽകും. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയുന്നവനാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ അത് പരലോക വിശ്വാസത്തിന്റെ ഒരു ലാഭമാണ്, ഒരു ലാഭമാണ്. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ യുസീബൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദാ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുസാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖത്വായാഹു. അതിലെല്ലാം വന്നു. നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾക്ക് ബാധിക്കുന്ന ഒരു ക്ഷീണം ഇന്ന് എന്താണാവോ, വല്ലാത്തൊരു ക്ഷീണം. അപ്പൊ നമ്മുടെ മനസ്സിലെ എന്താ വരിക? അതിന് കൂലിണ്ട്, ആ ക്ഷീണത്തിന് പ്രതിഫലമുണ്ട്. നിങ്ങളെ ബാധിക്കുന്ന ഒരു രോഗം, നമ്മെ ബാധിക്കുന്ന ഒരു ടെൻഷൻ, അതാണ് ഹമ്മ് എന്നാണ്. ഹമ്മ് പറഞ്ഞാല് ഒരു ടെൻഷൻ, കുറെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ, ഭയങ്കര ടെൻഷൻ. പിന്നെ ദുഃഖം, എന്തെങ്കിലും ഒരു ഉപദ്രവം, അല്ലെങ്കിൽ ഒരു മാനസിക വ്യത, ഓരോന്നും റസൂല് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയാ, കാലിൽ ഒരു മുള്ള് തറക്കുന്നത് വരെ, കാലൊന്നും വെച്ചുത്തി, അല്ലെങ്കിൽ കാലുമ വേറെ ആരെങ്കിലും ചവിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് കാലിന് സംഭവിച്ചു, ഇതൊന്നും വെറുതെ അല്ല. അപ്പൊ സമാധാനിക്കാനുള്ള വകയാണ്. എന്തിനാണ്? ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖത്വായാഹു. അപ്പോഴൊക്കെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിങ്ങനെ പുറത്തു തരികയാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നമുക്ക് സമാധാനിക്കാനുള്ള ഒരു വകയാണ്. ഇതെന്തിനാണ്? ഭയങ്കര ടെൻഷനാണ് എനിക്കൊരു 10 ദിവസമായിട്ട്. അപ്പൊ നമുക്ക് ആർക്കും ഇഷ്ടമല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ. കാരണം എന്താ? ടെൻഷനിൽ നിന്ന് കര കയറിയാലേ നമ്മുടെ ജീവിതം ഉഷാറായിട്ട് മുന്നോട്ട് പോകുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ കാണുമ്പോ എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് ടെൻഷനാണ്. അതിനെന്തുണ്ട്? കൂലിയും. ഇനി ഒരു മനുഷ്യൻ, ഒരാൾ, അയാൾക്ക് രോഗം വന്നു, മാരകമായ രോഗം വന്നു, അയാൾക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല,
അയാൾക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് മാറിക്കിടക്കാൻ കഴിയുന്നില്ല. അയാ മനുഷ്യന്റെ ശരീരം പൊട്ടി, അത് വ്രണമായി. അതിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം. പക്ഷെ അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഒരു വിശ്വാസി എന്താ മനസ്സിലാക്കണ്ടേ? അനുഭവിക്കട്ടെ പറയാൻ നമ്മളാരാ? നമ്മളാരുമല്ല. അതെന്തിനാന്നറിയോ? അവിടെയും ആ മനുഷ്യന് ബുദ്ധിയുണ്ട്, ഓർമ്മയുണ്ട്. കിടക്കുന്ന കിടക്കലിലാണ്, കിടന്ന സ്ഥലത്താണ് മൂത്രൊഴിക്കുന്നത്, കിടന്ന സ്ഥലത്താണ് പിന്നെ മലം പോകുന്നത്, ഒക്കെ അവിടെ വെച്ചിട്ടാണ്. ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പക്ഷേ ആ കിടക്കുന്ന ആൾക്ക് ആ ഓർമ്മയിൽ ഒരു സമാധാനം ഇസ്ലാം നൽകുന്നുണ്ട്. എന്താ? ഇന്നൽ മറള യുദ്ഹിബു ഖത്വായ ബനി ആദം. ആദമിന്റെ മക്കളുടെ പാപങ്ങളാണ് രോഗത്തിലൂടെ അല്ലാഹു ഇല്ലാതാക്കുന്നത്. കമാ തുദ്ഹിബുൻ നാറു ഖബത്തി ദഹബി വൽ ഫിദ്ദ. അങ്ങനെയാണ്. സ്വർണം അതിലുള്ള മാലിന്യങ്ങൾ, ചെളി ഇല്ലാതാക്കണമെങ്കിൽ അത് ചൂടാക്കണല്ലോ. അതുപോലെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണോ? എന്നല്ല. മനുഷ്യരൊക്കെ തെറ്റ് ചെയ്യണമല്ലേ? ആണ്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? ആ മനുഷ്യന് ഒരു 15 ദിവസം, ഒരു മാസം ഈ പ്രയാസങ്ങൾ നൽകി. എന്തിന്? അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഒരു പാപവുമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ. അപ്പൊ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സമാധാനമാണ്, അല്ലെങ്കിൽ സമാധാനമാകേണ്ട ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരണം. ഉയർന്നിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? രോഗം മാറുമോ? കിടക്കിനോടൊന്ന് മാറി കിടക്കാൻ കഴിയുമല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അവിടെ സമാധാനം ഉണ്ടാവും. പടച്ചോനെ അതുകൊണ്ടാണല്ലോ എന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ. ഏറ്റവും വലിയ പരീക്ഷണം, ആ പരീക്ഷണത്തിന് അത്രത്തോളം പ്രതിഫലവും. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ കിടന്ന കിടക്കിൽ തന്നെ കിടക്കാൻ? മാരകമായ രോഗം നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ, നമ്മിൽ നിന്ന് വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകാനില്ല. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. പടച്ചവനെ, നീ നൽകിയ നിഅമത്ത് എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. പടച്ചവനെ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് തന്നത് റബ്ബേ നീക്കിക്കളഞ്ഞ എന്നെ നീ പരീക്ഷിക്കരുത് റബ്ബേ. വതഹവ്വുലി ആഫിയതിക, എന്റെ ശരീരത്തിന്റെ ആഫിയത്ത്. വഫുജാഅതി നിഖമതിക, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ല, വെറുതെ ഒരു ടെസ്റ്റ് ചെയ്തതാ, പക്ഷെ അത് വലിയതായി മാറി, നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതാണ് ഫുജാഅതി നിഖമതിക, പെട്ടെന്ന് വരുന്ന ദുരിതം. വജമീഇ സഖതിക, അല്ലാഹുവിന്റെ കോപം. പക്ഷെ എങ്ങനെ വന്നു? ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയായി. അപ്പോൾ എത്ര വലിയ പരീക്ഷണമാണോ അത്രയും കൂലിയുണ്ട്. അല്ലാഹു ഏതൊരു സമൂഹത്തെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ അല്ലാഹു പരീക്ഷിക്കും. അപ്പൊ നമുക്ക് ആശ്വസിക്കാനുള്ള വകണ്ട, അല്ലാഹുവിന് എന്നോട് ഇഷ്ടമുണ്ടാവും, പടച്ചോനെ നിന്റെ കുടുംബത്തോട് ഇഷ്ടമുണ്ടാവും. അപ്പൊ നമുക്ക് സമാധാനിക്കാനുള്ള വകയല്ലേ? അതാണ് സമാധാനം. ഈ സമാധാനത്തിന്റെ വിവിധ വകകൾ മനുഷ്യൻ അനുഭവിക്കാൻ കഴിയും. അല്ലാണ്ട് ഇപ്പൊ ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ, കണ്ണ് കാണാത്ത ഒരാൾ, നമുക്കൊരു കുട്ടി ഉണ്ടായി, കണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് കണ്ണ് കാണൂല. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സങ്കടല്ലേ? കുട്ടിയുണ്ടായി, കുട്ടിയുടെ കൈ ശരിക്കിനല്ല, അപ്പൊ അംഗവൈകല്യമുള്ള കുട്ടിയാണ്. കുട്ടിക്ക് വലിയ പ്രയാസമാണ്. ആർക്കെങ്കിലും സഹിക്കോ? സഹിക്കൂല. ആർക്കും സഹിക്കൂല. വലിയ സങ്കടമായിരിക്കും മാതാപിതാക്കൾക്ക്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ നമുക്ക് സമാധാനം വേണ്ടേ? കുട്ടി ഇങ്ങനെയാണ് കേട്ടോ, എത്രയോ കാലം കാത്തിരുന്നിട്ടുണ്ടായ കുട്ടിയാണ്, കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കേട്ടോ, കണ്ണ് കാണാത്തൊരു കുട്ടിയാണ് കേട്ടോ, കാത് കേൾക്കാത്തൊരു കുട്ടിയാണ് കേട്ടോ, ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഷോക്ക് ഉണ്ടാവും, നമ്മൾ പ്രയാസപ്പെടും. അതിന്റെ ചികിത്സക്ക് വേണ്ടി നമ്മൾ ഓടിപ്പായണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. പക്ഷേ അല്ലാഹു അവിടെ പറഞ്ഞെന്താ? ഹബീബത്തൈഹി എന്നാണ്. എന്റെ അടിമയെ അവന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നുകൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ, ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കണ്ണ് എന്ന് പറഞ്ഞാൽ അല്ലെ, അതുകൊണ്ട് പരീക്ഷിച്ചാൽ അതിന് പകരമായി ആ മനുഷ്യന് ഞാൻ സ്വർഗം നൽകും.
നമുക്ക് ആളോട് പാവം തോന്നും. അങ്ങനെ ഉണ്ട്. ചില സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുമ്പോ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോകുമ്പോ എന്താണ് അപ്പൊ ചില വലിയ ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന കണ്ണ് കാണാത്ത നല്ല വിശ്വാസമുള്ള തഖ്വയുള്ളവൻ പറയും, എന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നും ഇവിടെ ഒന്നും കാണാൻ പറ്റുന്ന സംഗതികളല്ല നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അത് ഖൈറാൻ, ഇതിന് പകരം എനിക്ക് സ്വർഗല്ലേ. അപ്പൊ ആശ്വാസല്ലേ? ഇല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒരാൾ എങ്ങനെ ആശ്വസിക്കും? അയാൾ എപ്പോഴും പ്രയാസത്തിലായിരിക്കും. അവിടെ ഇസ്ലാം ഒരു സമാധാനം നൽകുകയാണ്, വെറുതെ അല്ല, അത് അല്ലാഹു നൽകും. അംഗവൈകല്യമുള്ള മക്കൾ, ആ മക്കളെ കുറച്ചു കാലം നോക്കി അവര് മരണപ്പെട്ടു പോയി, വലിയ പ്രയാസല്ലേ? ഒരു കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടായി, ആ ഉമ്മയുടെ അജണ്ട പിന്നെ അതാണ്. നമുക്കിപ്പോ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു, വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്നു. അതുപോലെയാണോ അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെ, ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയാക്കും. ഒരു പക്ഷെ ആ ഉമ്മ അവിടെ ഇരിക്കേണ്ടി വരും, ആ ഉമ്മ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും, ആ കുട്ടിക്കായിട്ട് പ്രത്യേകമായ സീറ്റ് ഒരുക്കേണ്ടി വരും. ആ കുട്ടിയുടെ കാര്യം, ആ കുട്ടി മരിക്കുന്നത് വരെ ആ ഉമ്മ നോക്കേണ്ടി വരും. മരണപ്പെട്ടു ഫയഖൂലു, പരലോകത്ത് ആ കുട്ടിയോട് സ്വർഗത്ത് പോകാൻ വേണ്ടി പറയും. പക്ഷേ ആ കുട്ടി പറയും, എന്റെ മാതാപിതാക്കളും കൂടി എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞു. എന്റെ മാതാപിതാക്കളും കൂടി എന്റെ കൂടെ വേണം. അപ്പൊ അമ്മാക്കും പാപ്പാക്കും എന്തുണ്ട്? സ്വർഗമുണ്ട്. നമുക്കിങ്ങനെ പോലെ കാണുമ്പോ ഒരു പാവല്ലേ? ആണ്. പാവം തന്നെയല്ലേ? ആണ്. പരീക്ഷണല്ലേ? ആണ്. പക്ഷെ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകും. അതാണ് പരീക്ഷണത്തിന് എന്തുണ്ട്? സ്വർഗമുണ്ട്. യബദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമൽ ഖിയാമ ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിളത് ഫിദ്ദുനിയ ലിമാ യറൗന മിൻ തവാബിൽ മുബ്തലീൻ. ആഫിയത്തുള്ള മനുഷ്യന്മാർ പറയുന്നത്, ദുനിയാവിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്ത് കാണുമ്പോ? ലിമാ യറൗന മിൻ തവാബിൽ മുബ്തലീൻ, അല്ലാഹു പരീക്ഷിക്കപ്പെട്ട ആളുകളുടെ പ്രതിഫലം കാണുമ്പോ അത്ര പ്രതിഫലം ഓൽക്കുണ്ടാവും. അപ്പൊ മനുഷ്യന്മാർക്ക് വിചാരിക്കും, എന്താലേ എത്ര വലിയ പ്രതിഫലമാണ് മനുഷ്യർ ആഗ്രഹിച്ചു പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചത് പരലോക വിശ്വാസം, സ്വർഗമുണ്ട് എന്ന വിശ്വാസം, അള്ളാഹു ഇതിന് പകരം നൽകുമെന്ന വിശ്വാസം ഒരു മനുഷ്യന് സമാധാനം തന്നെയാണ്. അത് അപ്പോൾ നമുക്ക് അതിനൊരു പക്ഷെ പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതിന് കൂലി ഉണ്ടല്ലോ, എന്റെ ഭാര്യ പരലോകത്ത് വെച്ച് കാണല്ലോ, ഇത് ക്ഷമിക്കണേന് എനിക്ക് കൂലി ഉണ്ടല്ലോ, മക്കൾ കൂലിയുണ്ടല്ലോ. ഈ പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ദുആ ചെയ്യുകയും വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു സഹാബി വന്നു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, അബൂ ഹുറൈറ, എനിക്ക് 2 മക്കളുണ്ടായിരുന്നു, എനിക്ക് 2 മക്കളുണ്ടായിരുന്നു, ആ 2 മക്കളും മരണപ്പെട്ടു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സങ്കടം ഒതുക്കാൻ കഴിയുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞെന്താണെന്നറിയോ? താങ്കളെ ആ 2 മക്കളും സ്വർഗ്ഗത്തിൽ എങ്ങനെ പിടിച്ചു എന്നാണ്. ആ മനുഷ്യന്റെ ഡ്രസ്സിന് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞത്, ഫലാ യസാലു യജുറുഹു ഔ യജുറുഹുമാ ഹത്താ യുദ്ഖിലഹുമൽ ജന്ന. ഇതുപോലെ നിങ്ങളുടെ വസ്ത്രത്തിന് പിടിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയെയും വസ്ത്രത്തിന് പിടിച്ചിട്ട് ആ മക്കള് 2 പേരെയും സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. സമാധാനമാണല്ലോ. അതാണ് പരലോക വിശ്വാസം കൊണ്ടുള്ള ലാഭം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ തലത്തിലേക്ക് നാം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉയരേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഈ വിശ്വാസം അതാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, എന്ത്? അഹ്രിൽ അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നീ ജീവിതത്തിൽ ചെയ്യുക. വസ്തഇൻ ബില്ലാഹ്, എപ്പോഴും അല്ലാഹുവിനോട് നീ സഹായം തേടണം. നമ്മളെ പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ദുആ ചെയ്യണം റബ്ബിനോട്, നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അതൊരു വിശ്വാസിയുടെ പ്രത്യേകതയാണ്. നമുക്കൊരുപാട് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ടാവുമ്പോ കേവലം ഇങ്ങനെ ഒന്ന് കടമ കഴിച്ച് നമസ്കരിച്ചു പോവാന്നുള്ളതല്ല, ദുആ ചെയ്യണം നമ്മൾ. വലാ തഅജിസ്, മനുഷ്യരെ നിങ്ങൾ അശക്തരാകരുത്. അല്ലാഹു പറയാ, നിങ്ങൾ അശക്തമായി പോകരുത്. അശക്തരായി പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷെ അശക്തമായി പോകരുത്. വഇൻ അസ്വാബക ശൈഅൻ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ബാധിച്ചാൽ ഫലാ തഖുൽ ലൗ എന്ന് പറയരുത്. നമ്മളെല്ലാവരും ചിലപ്പോൾ പറയും, എന്ത് ലൗ കേട്ടോ, എന്താ ലൗ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നെങ്കിൽ, അന്ന് തന്നെ ആ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അന്ന് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ
പറയരുത്. അത് അശക്തിയാണ്. പറയരുതെന്നാണ് നമ്മൾ പറയില്ലേ. ചിലപ്പോൾ നമ്മൾ എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് പറയും പറയാൻ പാടില്ലല്ലോ. നല്ലൊരു സംഗതിയാണത്. എന്നാലും നമുക്കത് ഓർമ്മ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ പറയരുത്. എന്ത് അന്നീഫ ഖുൽതു കദാ കാന കദാ വകദാ, അതാണ്. അങ്ങനെയായിരുന്നെങ്കിൽ, അങ്ങനെയായിരുന്നുവെങ്കിൽ പറയരുത്. വലാകിൻ ഖുൽ, നിങ്ങൾ പറയേണ്ടത് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല, അല്ലാഹു കണക്കാക്കി, അല്ലാഹു അത് ചെയ്തു. അല്ലാഹു കണക്കാക്കിയ കാര്യം, അല്ലാഹു ഉദ്ദേശിച്ച കാര്യം അല്ലാഹു ചെയ്തു. അതാണ് നമ്മൾ പറയേണ്ടത്. ഫഇന്നൽ ലൗ എന്ന് പറയുന്നത് തഫ്തഹു അമലു ശൈത്വാൻ, പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കാൻ. പിന്നെ നമുക്ക് വേറൊരു ഇതിലേക്കാണ് നമ്മൾ പോവുക. അതെന്ത് ചെയ്യുന്നു വെച്ചാല്, എന്താ പടച്ചോനെ നമുക്ക് ചിലപ്പോൾ വെറുപ്പാവും, ദേഷ്യവും, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പൊ അത്രത്തോളം പരലോക വിശ്വാസം മനുഷ്യനെ ക്ഷമയുള്ളവനാക്കുന്നു എന്നുള്ളതാണ്. ഈ ക്ഷമക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ കടന്നു വരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ സമാധാനം കണ്ടെത്താനുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ പരലോക വിശ്വാസം എന്നത്. അത് മുഅ്മിനീങ്ങളുടെ, മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും, പ്രാർത്ഥന എന്നത്, മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന എന്നത്, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അപ്പൊ പറയല്ല, അല്ലാഹുവേ ഞാൻ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ദുരിതങ്ങൾ ഇല്ലാതിരിക്കാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു, എന്നിട്ടും എനിക്കത് വന്നല്ലോ റബ്ബേ. അതിൽ കൂടുതൽ ഹൈറുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുമല്ലോ. ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരലോക വിശ്വാസം എന്നത് എന്റെ ജീവിതത്തിൽ ലാഭമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ഉയർത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.